ആർമീസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് BTSന്റെ കംബാക്ക് ഡേ ആയിരുന്നു. എല്ലാവരും ഹാപ്പി അല്ലേ? സ്വിമ്മൊക്കെ എല്ലാവരും കണ്ടില്ല, അതേപോലെ തന്നെ സ്ട്രീമിങ് ചെയ്യണില്ലേ. അപ്പം 4 വർഷത്തിന് ശേഷമുള്ള കംബാക്ക് ഡേ ആയതുകൊണ്ട് ഓരോ സംഭവങ്ങളും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ വ്യൂവേഴ്സിൽ ലൈവ് വന്നിരുന്നു. 1.5 മണിക്കൂറോളം നീണ്ടുന്ന ലൈവായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ആ ഒരു ലൈവിൻ്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ ചെയ്യാൻ പോണത്. പക്ഷേ എനിക്കിനി സ്ട്രീമിങ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ കുറച്ച് റഷ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെയല്ല. നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ്. എന്തായാലും ലൈവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ BTS എപ്പോഴത്തെയും പോലെ തന്നെ ആർമീസിനോടൊക്കെ ഹായ് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ മെമ്പേഴ്സ് ഈ ഒരു ഡേക്ക് അവർ വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു ആൽബത്തിനെ കുറിച്ചുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചും ഈ ഒരു ഡേ എങ്ങനെയാവും എന്നുള്ള അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ, ഈ ഒരു ആൽബം പ്രിപ്പറേഷൻ അത്ര ഈസി ആയിരുന്നില്ല. 9 മാസത്തോളം ഈ ഉള്ളൊരു പ്രിപ്പറേഷൻ ഭയങ്കര എളുപ്പമായിട്ടല്ല പോയിരുന്നത് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് പറയാണ്ട്, കുറേ ഷെയർ ചെയ്യാണ്ട്, അപ്പോൾ ഈ ഒരു ടൈം ഞങ്ങൾക്ക് തികയോന്ന് അറിയില്ല എന്നൊക്കെ മെമ്പേഴ്സ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെമ്പേഴ്സൊക്കെ അവരുടെ സോളോ കംബാക്കിൻ്റെ റെക്കോർഡ് ചെയ്ത ആ ഒരു സ്റ്റുഡിയോയിലായിരുന്നു കേട്ടോ അവർ ഇരിക്കുന്ന ആ കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പറയണത് നമുക്ക് മനസ്സിലാക്കാം, അവർ ഈ ഒരു ആൽബത്തിനെ കുറിച്ച് അതിൻ്റെ സോങ്സിനെ കുറിച്ചൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ ആ സോങ്സൊക്കെ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്. പിന്നെ സോങ്സൊക്കെ മെമ്പേഴ്സിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അവർ സംസാരിക്കണേക്കുമ്പോൾ മനസ്സിലാവും. ഇനി അവർക്ക് മാത്രമല്ല ആർമീസിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതേ അഭിപ്രായമാണെന്ന് എനിക്കറിയാം. സോങ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മെമ്പേഴ്സ് എല്ലാവരും മിലിറ്ററി ഡിസ്ചാർജ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ആൽബത്തിൽ വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ജിമ്മിൻ്റെ ഹെയർ അതേപോലെ തന്നെ ജിമ്മിൻ്റെ ലുക്കൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ചബ്ബിയും അതേപോലെ തന്നെ ഹെയർ ഷോർട്ടൊക്കെ ആയിരുന്നല്ലോ, അതിനെക്കുറിച്ച് ജിം പറയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ മെലിഞ്ഞു, അതേപോലെ തന്നെ എൻ്റെ ഹെയറൊക്കെ ലോങ് ആയി, ഇപ്പം എനിക്ക് ആർമീസിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാമെന്നുള്ള ആ ഒരു ഡയലോഗൊക്കെ ജിം പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ ആൽബത്തിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരം പറയുന്നുണ്ട്, ഈ ഒരു ആൽബം പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഓവർ എഫേർട്ട് ഇട്ട സമയത്ത് ഒരു ഇത് സംഭവിച്ചു. അതായത് തൻ്റെ ഡാൻസിങ് ഒക്കെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ താൻ ടൂ മച്ച് വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ തൻ്റെ ആംഗിൾ ജസ്റ്റ് ഒന്ന് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. എന്നാലും ഞാൻ സ്റ്റേജിൽ വരും, നന്നായിട്ട് പാടാൻ ശ്രമിക്കും, പക്ഷേ എനിക്ക് പെർഫോമൻസ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ആരം പറയുന്നുണ്ട്. അതേപോലെ ആർമീസിനെ വെറി ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതത്ര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നല്ല, പക്ഷേ എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ല എന്നേ ഉള്ളൂ എന്നുള്ള കാര്യം പിന്നെ ആരം പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ മെമ്പേഴ്സും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നംജുൻ ഈ ഒരു ടൈമിൽ ഒരുപാട് വർക്ക് ചെയ്തിരുന്നു ഇങ്ങനെ കംബാക്കിന് നന്നായിട്ട് പെർഫോം ചെയ്യും, പക്ഷേ ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുമല്ലോ, അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ ഉണ്ടായത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നംജുൻ പറയുന്നുണ്ട്, സാധാരണ ഒരു ആംഗിൾ ഇങ്ങനെ ഇതായതല്ല, ജസ്റ്റ് കുറച്ചൊരു ഇൻറ്റൻസ് ആണ് സംഭവം, എന്നാലും കുഴപ്പമില്ല എന്നുള്ള കാര്യം നംജുൻ പറയുന്നുണ്ട്. അപ്പോൾ യുങ്കി പറയുന്നുണ്ട്, നമ്മളെ ആംഗിൾ ഒരു ടൈം നമ്മൾ ഹേർട്ട് ചെയ്താൽ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് വരാൻ ചാൻസ് കൂടുതലാണ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നംജുൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ ഡാൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നംജുനും പറയുന്നുണ്ട്, ഞാനിപ്പോൾ നന്നായിട്ട് സീരിയസ്ലി ഒരു ഡാൻസ് എടുത്തോ കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിൻ്റെ ഡാൻസ് കാണാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം യുങ്കി പറയുന്നുണ്ട്. അപ്പോൾ നംജുൻ പറയുന്നത്, അറിയില്ല ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം, പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ഇഞ്ചുറി ആയ സമയത്ത് ഞാൻ വെറുതെ അത് മോശപ്പെടുത്താൻ ഇനി നോക്കണില്ല, അത് ഒന്ന് റിക്കവർ ആയിട്ട് ഞാൻ ഇനി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുങ്കി അത് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മുടെ തേ പറയുന്നുണ്ട്, ഭയങ്കര ഇതായി പോയി, നംജുനേട്ടന് ഈ ഒരു ഇതിൽ നല്ല കുറേ സ്റ്റെപ്സ് ചെയ്യാണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അവർ ഈ ഒരു ലൈവിൽ അവരുടെ ആൽബത്തിൻ്റെ ടൈറ്റിലായിട്ടുള്ള അരിരങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ജിമിൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഒരു ടൈറ്റിൽ കേട്ടപ്പോൾ കുറേ സംഭവത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു, ഈ ഒരു സംഭവം ജേഹോബും സംഭവിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജിമിൻ പറഞ്ഞത് അവരൊക്കെ ചെറുപ്പം മുതലേ, അതായത് കൊറിയൻസിനൊക്കെ ചെറുപ്പം മുതലേ അവർ കേട്ട് വളരുന്ന ഒരു നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫോക്ക് സോങ് ആണ് ഈ അരിരങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് ഞങ്ങൾ ടൈറ്റിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ആ സമയത്ത് തേ പറയുന്നുണ്ട്, ഞങ്ങളിത് ഫസ്റ്റ് US വെച്ചാണ് കേട്ടതെന്ന് പറയുമ്പോൾ യുങ്കി പറയുന്നുണ്ട്, ആ ഒരു വീഡിയോ പിന്നീട് വരും, അതായത് ഞങ്ങളിപ്പോൾ ഈ പറയുന്നതിനെ കുറിച്ചുള്ള വീഡിയോ പിന്നീട് വരും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ എല്ലാവരിലും ഉള്ള ഒരു സിമിലാരിറ്റീനെ കുറിച്ച് ചിന്തിച്ചു. അപ്പം ഞങ്ങളിലൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള സംഭവം, ഞങ്ങളെല്ലാവരും കൊറിയൻസാണ്, അതുകൊണ്ട് തന്നെയാണ് വളരെ കെയർഫുൾ ആയിട്ട് ചിന്തിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു വേർഡ് എടുത്തതെന്ന് പറയുന്നുണ്ട്. അതേപോലെ ജിമിൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഡോംസിലാവണ സമയത്തൊക്കെ എന്തെങ്കിലും കുടിക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യത്തിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിരുന്നു, അതായത് ഈ ഐഡൻറ്റിറ്റീനെ കുറിച്ചൊക്കെ ഞങ്ങളെല്ലാവരും കൊറിയൻസാണ്, ബാക്കി ചില ഗ്രൂപ്പുകളിലൊക്കെ വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെല്ലാവരും കൊറിയൻസാണ് എന്നുള്ളത് ഒരു കോമൺ തിങ്ങാണ് ഞങ്ങളുടെ ഇടയിൽ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു എലമെൻറ്റ് വേണമായിരുന്നു. പിന്നെ വി പറയുന്നത്, ഈ ഒരു വേർഡ് ഇറ്റ് സെൽഫ് അതിനൊരു മീനിങ് ഓഫ് ലവ്, അതിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു മീനിങ്
മീനിങ് ഒക്കെ ഉണ്ട്. അതേപോലെ ഈ ഒരു വേർഡിന് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു വേർഡ് തന്നെ ഒരു ഫുൾ ഓഫ് ലവ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിന് ആ ഒരു ഇത് യൂസ് ചെയ്തതെന്ന് പറയേണ്ടി. അപ്പോൾ ജേഹോബും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ഈ ഒരു അരിരംഗ് എന്നുള്ളതും അത് നമ്മൾ തീമാക്കി എടുത്തതും നമ്മൾ ആൽബം ടൈറ്റിലാക്കി എടുത്തൊക്കെ നല്ലൊരു തീരുമാനമായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് യുങ്കിയും പറയുന്നുണ്ട് എൻ്റെ ചുറ്റുള്ള കുറച്ച് മ്യൂസീഷ്യൻസും ഒക്കെ എന്നോട് ഈ സെയിം കാര്യമാണ് പറഞ്ഞത്, ഈ ഒരു ടൈറ്റിൽ ഭയങ്കര ഗ്രേറ്റ് ആണ് എന്നാണ്. അപ്പോൾ ആറമും ഈ ഒരു സംഭവം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ജിമിൻ ഇതൊരു ഹോണറാണ് എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ ജേഹോപ്പും അത് ഇങ്ങനെ ഒരു സംഭവം എടുക്കുക എന്നുള്ളത് നമുക്കൊരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ യുങ്കി ഇതൊരു കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ വി പറയുന്നുണ്ട് നമ്മളും കൺഫ്യൂസിങ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറും പറയുന്നുണ്ട് ഇതൊരു ട്രിക്കി വേർഡാണ്. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുമ്പോൾ അത് ഫുൾ ഓഫ് സോറോയിലായിരിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം, അങ്ങനെ വേരിയസ് വേസിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു വേർഡാണെന്ന് പറയുന്നുണ്ട്. ചില സമയത്ത് ഇത് മിസ്സിങ്ങിനെ കുറിച്ച് പറയും. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേർഡ് ഇതിക്ക് ഫിറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതേപോലെ തന്നെ ഞങ്ങൾ കൊറിയൻസും ആണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരുന്നു ഈ ഒരു അറിയാം എന്നുള്ള ടൈറ്റിൽ ഇതിന് വന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ലൈവിൽ BTS മിലിറ്ററിയും തിരിച്ചു വന്നിട്ട് LAയിൽ പോയല്ലോ, ആ ഒരു സമയത്തെ കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ആ സമയത്ത് എപ്പോഴും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നില്ല. ജിന്നേട്ടനും അതേപോലെ തന്നെ ഹോബിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ജിമിനും ഞാനും ജങ്കുക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യുങ്കി പറയുന്നുണ്ട് ഞാനും ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, ആ ഒരു സമയത്ത് ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ ജങ്കുക്കിന് ഭയങ്കര മടിയായിരുന്നു. റൂമിൽ തന്നെ ഇരിക്കും, അവിടെ നാണായിട്ടിരിക്കും, പുറത്തേക്ക് വരുമൊന്നുമില്ല. അതിൽ ഞാൻ പറയും ജങ്കുക്കിനോട് നീ വന്ന് പാടിന കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്ന് പറയും, എന്നാലും അവൻ റൂമിൽ മടിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് ശരിയാണ്, എനിക്ക് ഭയങ്കര നാണായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ മെമ്പേഴ്സ് ഈ ഒരു ലൈവിൽ ഈ ആൽബത്തിലെ സോങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ടൈറ്റിലും പറഞ്ഞിട്ട് അവർ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പോലെയൊക്കെ ചെറുതായിട്ട് അതിനെക്കുറിച്ച് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ സോങ്സിനെ കുറിച്ച് അവർ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഞാൻ സ്വിമ്മിനെ കുറിച്ച് അവർ പറഞ്ഞതിനെ കുറിച്ച് പറയാം. പിന്നെ ഈ ഒരു സ്വിമ്മിൻ്റെ കുറച്ച് സ്പോയിലേഴ്സൊക്കെ അവർ തന്നെ കൊടുത്തതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വിമ്മ് ഒരു ഭയങ്കര സിനിമാറ്റിക് MV ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ആക്ട് ചെയ്തിരുന്ന ആ ഒരു ആക്ട്രസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ അതേപോലെ തന്നെ യുങ്കിയേട്ടനെ കണ്ടാൽ ഒരു 5 വർഷം യങ്ങർ ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഹോബി ആകെ നനഞ്ഞ കാര്യം പറയുന്നുണ്ട്. സിക്ക് ഉണ്ടായോ അതിനെക്കുറിച്ച് പറയുന്നുണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ അവരത് ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു റെയിൻബോ കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ജിമിൻ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ഈ ഒരു പാട്ടിൽ ഒരു ഫീമെയിൽ ലീഡിനെ കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട് ആൾക്കാർ ഇനി കൂടുതൽ ഹേറ്റ് ചെയ്യുമെന്നുള്ള ഞങ്ങൾ വിചാരിച്ചിരുന്നു. അതായത് അതിലെന്താ കൂടുതൽ BTS ഇല്ലാത്തത്, ഫീമെയിൽ ലീഡ് എന്താ കൂടുതലായതെന്ന് വിചാരിക്കുമെന്ന്. പിന്നെ പറയുന്നുണ്ട് എന്തായാലും അതിൽ ഫീമെയിൽ ലീഡ് എന്നുള്ളത് ആദ്യത്തെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പറയുന്നത്. അപ്പോൾ ജിമിന് ഇങ്ങനെ നമുക്ക് ഇനി സ്നേഹത്തെക്കാളും കൂടുതൽ ഹേറ്റ് ആവോ കിട്ടുക എന്നുള്ള ഒരു സംഭവം പറയുമ്പോൾ ആരം പറയുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഹേറ്റ് എന്ന് പറയുന്ന സംഭവം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഒരു അറ്റൻഷൻ അല്ലേ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ വിയും നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അവരവരെ നാളെ നടക്കാൻ പോണ ലൈവ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല രീതിക്ക് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആളുകൾ ഒരുപാട് വരുമ്പോൾ നല്ല ഇതിൽ അതിൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്ക് ഇത് മുന്നോട്ട് പോയാൽ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് മാറുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ആർമീസിന് എല്ലാവരെയും കാണാൻ കഴിയുന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പിന്നെ നമുച്ചും പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും ഈ ഒരു പ്രായത്തിൽ ഒരുമിച്ചൊരു പെർഫോമൻസ് ചെയ്ത് ഒരേ ഗോൾ വേണം എന്നുള്ള തരത്തിലൊക്കെ ചെയ്യാൻ പോണത് ഒരു ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജിമ്മിന് ഈ ഒരു പെർഫോമൻസിൻ്റെ തലേ ദിവസം തന്നെ ഒരു 2 പിമ്പിൾ വന്നതിനെ കുറിച്ച് ജിമ്മിൻ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹൈഡ് ചെയ്തോളും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആർമീസിന് നാളെ നേരിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് BTS ഈ ഒരു ലൈവ് ഓഫ് ആക്കിയിട്ട് പോണത്. അപ്പോൾ ആർമീസ് ഇത് മാത്രമല്ല ഇനിയും കുറേ കാര്യങ്ങൾ BTS മെമ്പേഴ്സ് വന്ന് ഈ ഒരു ലൈവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതും ഇതൊരു ഓർഡറിലൊന്നല്ല കേട്ടോ, ഞാൻ മിക്സ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഐ എം സോറി. അപ്പോൾ എന്തായാലും ആരും BTSനെ ഡിസപ്പോയിൻറ്റ് ചെയ്യാതെ അവരെ കംബാക്ക് മാക്സിമം എൻജോയ് ചെയ്തിട്ട് സ്ട്രീം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി ഞാനും പോയിട്ട് സ്ട്രീം ചെയ്യട്ടോ. ബൈ ബൈ ആർമീസ്.